ക്ഷേത്രത്തിൽ സന്നിധിയിൽ വരച്ചുവെക്കൽ ചടങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. മുഴുവൻ ഭക്തജനങ്ങളും നിശബ്ദരായി ഇരുന്നുകൊണ്ട് ചടങ്ങുകൾ വീക്ഷിക്കണമെന്നും അറിയിക്കുന്നു. തിരുവിളിയാട്ട കമ്മിറ്റിക്ക് സംഭാവന വാഗ്ദാനം ചെയ്തവർ പുതുതായി നൽകാൻ ഉദ്ദേശിക്കുന്നവരും ആഘോഷ കമ്മിറ്റി ഓഫീസ് പരിസരത്തുള്ള കൗണ്ടറിൽ പണമടച്ച് റെസിറ്റ് കൈപ്പറ്റണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹോത്സവ ഗുണദോഷ നിരൂപണത്വം പ്രാർത്ഥിച്ച് സാധിച്ച സ്വർണ്ണാരൂഢ രാശി വൃശ്ചിക രാശിയാണ്. സ്വർണം ഉത്പക്ഷതങ്ങളുടെ മധ്യകണ്ണത്തിൽ കമിഴ്ന്ന് കിഴക്ക് പ്ലവം വൃശ്ചകം വൃശ്ചികൻ രാശിയിലേക്ക് വസ്തുനിൽക്കാൻ കൂടുതൽ ആദ്യത്തെ ബുധന്മാർ നാലാമത്തെ ഭാവസ്ഥാനത്ത് ശനി, അഞ്ചിൽ ചന്ദ്രൻ, ശുക്രൻ, രാഹു, 7 വ്യാഴം, അഷ്ടമത്തിൽ ചൊവ്വ, ഗുളികൻ, 11 കേതുവാണ് സ്വർണ്ണാരൂഢത്തിന്റെ ഗ്രഹസ്ഥിതി അല്ലേ? അത് ദൈവാനുകൂല്യം, പ്രതികൂലനമ്പം, വിചാരിക സത്യം, പ്രതികൂലതായം, അത് ആനുകൂല്യായ വിധം വിധേയോ ഇതസ്ഥത സമ്പ്രതി ഖലീലവേദൻ. ആദ്യമായി ദൈവാധീനം എങ്ങനെയുണ്ട് എന്നല്ലേ? വ്യാഴം പരിപൂർണമായി നോക്കാം. സർവേശ്വരാണം ദിഷണസ്ഥി നിത്യം. സർവേശ്വര കാലത്തും വെച്ച വ്യാഴം ആരൂഢത്തിന്റെ 7ാമത്തെ രാശിയിൽ നിന്ന് ആരൂഢത്തിലേക്ക് പരിപൂർണമായിരുന്നു. അപ്പൊ പൂർണ്ണമായിട്ടും വ്യാഴത്തിന്റെ സൃഷ്ടിയും വ്യാഴ കേന്ദ്രവും വ്യാഴം അനുകൂലമുള്ള ഭാവത്തിലായതുകൊണ്ട് ഒരു സർവേശ്വരമാരുടെയും അനുകൂലത്തെ കുറിക്കുന്ന രാശിയാണ് സ്വർണ്ണാരൂഢം വന്നത്. ഇപ്പോൾ ഇഷ്ടദേവനായിരിക്കുന്ന ചന്ദ്രനും 5ാമത്തെ രാശിയിൽ യോഗം ചേർത്തിരിക്കുന്നുണ്ട്. ഭാഗ്യാധിപനായിട്ട് 5ൽ നിൽക്കുന്ന ചന്ദ്രനുമാണ്. അപ്പൊ തദ്ദേവതാനുഗ്രഹത്തിൽ ചിന്തിക്കുമ്പോൾ തദ്ദേവതാനുഗ്രഹം ഉണ്ട് എന്നല്ലേ? തദ്ദേവതാനുഗ്രഹം പറയാം, വിശ്രാനുഗ്രഹം പ്രായണം പറയേണ്ടതുണ്ട്. വൃശ്ചികൻ രാശി എന്നുള്ളത് ദോഷമുണ്ട്. വൃശ്ചികൻ രാശി പറഞ്ഞ തേട് പോലെയാണ്, മുമ്പത് ചിരിച്ചിട്ട് വേക്കെന്ന് കുത്തുന്നവരാണ്. ചന്നപാപോട് അടിജാത ചന്നപാപത്വം, ഉള്ളിൽ പാപക്കറ മറച്ചു വെച്ചിട്ടുണ്ട്. അതല്ല ഈ ഉത്സവത്തിന് പയറ്റോ? ഇതില് പരിപൂർണ്ണമായിട്ട് ബാധിക്കും. ഉത്സവത്തിന് ഇതിൽ പയറ്റാൻ നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ബാധിക്കുന്നതല്ലേ. ഓരോരാളെ കുത്താൻ നിൽക്കുന്നു. തീർച്ചയായിട്ടും കുത്തും. കുറച്ച് ശ്രദ്ധിക്കണ്ടേയും. ജനക ഗുരുവിയുക്ത ശൈശവേ വ്യാധിതശ്ച നരപതി കുലപൂജ്യ പിങ്കള ക്രൂരജഷ്ടോ ജഷകുലിശകാംഗ ഛന്നഭാവോട് ജാതക. അപ്പൊ ജനക ഗുരുവിയുക്ത, ജനകനെയും ഗുരുവിനെയും യുക്തമാണെന്നല്ലേ? അങ്ങനെ ഒരു ആഴ്ചയിൽ വന്നത്. ഭാവാധിപന്റെ ദുസ്ഥിതി, വിക്രമസ്ഥിതി, ഭാവാധിപന്റെ ദുസ്ഥിതി ആരോട് മതിയായ ചൊവ്വ
അഷ്ടമത്തിലെ ഗുളികനോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. തത്രാദി കഷ്ടോഷ്ടമ, ഏറ്റവും കഷ്ടത്തെ കൊടുക്കുന്നു. ആ ചൊവ്വക്ക് ഗുളികയോഗം. പഭൂപുത്രേ കലഹോപവിൽ പരിസരെ ശുദ്ധീപിനോർ നായകെ അന്യോന്യം ഇതിവ ശവോപനയനം യദ്വത്ര മാംസാഗമ. ശവത്തെ ഉപനയനം കാണാൻ ഇടവരുന്നല്ലേ. ഇപ്പൊ ദേവന്റെ ശവമുണ്ടാ ഇല്ല, കാര്യക്കാരി സംബന്ധിനാമഭീന്നല്ലേ. അപ്പൊ ശവത്തെ ഉപനയനം ചെയ്യും, പോസ്റ്റ്മോർട്ടം ചെയ്ത് ശവം കൊണ്ടുവരുന്ന ഒരു ആശയത്തിൽ ഒന്നിനെയും ഇപ്പൊ ശ്രദ്ധിക്കേണ്ടതില്ലേ. അപകട ലക്ഷണമല്ലേ. ആരോട് പതിക്കന്നെ കൊടുത്തത്? പുസ്തയിലെത്തുന്ന പദവും നിരോധനം അജ്ഞാതവാസം ഭയം വ്യാധ്യാദീൻ ഇതരക്രിയാവിഗമനം സ്ഥാനച്യുതിം ജാവതം. ഗുസ്തയിലെത്തുന്ന പദവും ആരോട് പതിയായ ചൊവ്വ തമ്പുരാട്ടിയുടെ പേര് പ്രശ്നം വെച്ച് ലഗ്നം സ്വയം ഭ്രഷ്ടാവുന്നു. ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കുമെങ്കിലും ലഗ്നാഥൻ സ്വയം രാശിയിൽ ദുസ്ഥിതിയാണ്. ആ ദുസ്ഥിതി ഇവിടത്തേക്ക് ബാധിക്കരുതെന്നല്ലേ. ഇപ്പൊ വളരെ ഭക്തിശ്രദ്ധ പുരസ്സരം ഈ കളിയാട്ടം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവരവരെ പരസ്പരം ഉള്ളിലുള്ള വിദ്വേഷമൊക്കെ മാറ്റിവെച്ചിട്ട് വളരെ യോജിപ്പോടുകൂടി പോകുന്നില്ലെങ്കിൽ ഇത് വളരെ ദുരിതമായിട്ട് മാറുന്നല്ലേ ലഗ്നാധിപൻ. ഇപ്പൊ ചില നിരോധനം ഉണ്ടിടാ. അജ്ഞാതവാസമുണ്ട്, ആദിയും വ്യാധി കൊണ്ട് കുറയാക്ക്. ഇതരക്രിയാവിഗമനം സ്ഥാനച്യുതിയും. ഇതരക്രിയ എന്ന് പറയുമ്പോൾ അനുഗ്രഹിക്കേണ്ട ദേവത നിഗ്രഹ രൂപത്തിലേക്ക് വരരുത് എന്നർത്ഥം. എന്നാലും വ്യാഴവും ചന്ദ്രൻ അനുകൂലം കൊണ്ട് നന്നായി വരുന്ന പറഞ്ഞു. സ്വർണ്ണെങ്ങനെയാണെന്ന് കവണിച്ചല്ലേ. നല്ല രാശിയിൽ സ്വർണം വെച്ച് സ്വർണ്ണം കവണ് പോയില്ലേ. അത് ശ്രദ്ധിക്കട്ടെ, വളരെയധികം ശ്രദ്ധിക്കണം. അഷ്ടമരാശി എന്നാണ്. അഷ്ടമരാശിയിൽ നിന്ന് അഷ്ടമരാശി പ്രധാന സ്ഥലല്ലേ അഷ്ടമം. മൂർത്തിനമത്രം ഭക്ഷ്യം ഭോജ്യം ഭോജീതൃഭാവ ഉപദംശ സേചനം അന്നം. അന്നരാശിയിൽ ഗുളികോതില്ലേ പറഞ്ഞോന്നും കൂടി എല്ലാ സ്ഥലത്തും അന്ന ദോഷല്ലേ. ഭക്ഷണം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരു പതന ഉണ്ടായി വെച്ചാർത്തും ഒരു പതനലുണ്ടായി. നിമിത്തം ഒരു പതന ഉണ്ടായിരുന്നു. വീഴ്ച ശ്രദ്ധിക്കേണ്ട അപകടങ്ങൾ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അഷ്ടമത്തിൽ ഗുളികളുണ്ട്. ഇത് മൃത്യുഞ്ജയം എന്തായാലും കഴിക്കണില്ല. ഇപ്പൊ ഇതിന്റെ മുന്നോടിയായിട്ട് തന്നെ ഒരു മരണം കാണാനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരിലേക്ക് ആപത്ത് വരാനോ സാധ്യതയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ബാക്കി പഠിക്കുന്ന പറയുന്നല്ലേ പറഞ്ഞേ. അത്ര മതിയല്ലോ. അപ്പൊ ശ്രദ്ധിക്കട്ട്. സ്വർണം കവിണത് കൊണ്ട് ശ്രദ്ധിക്കണം വളരെയധികം. കർമാധിപത്യം ഉത്സവപതിക്കും ഉത്സവപതിൻ്റെ നമുക്ക് ഉത്സവ സ്ഥാനത്തിൽ പാവില്ല. ഉത്സവ സ്ഥാനപതിയായിരിക്കുന്ന സൂര്യവിക്രമത്തിലുണ്ട്. ലഗ്നം ആരോടപതി ഉത്സവപതി ഷട്ടാട്ടമുണ്ട്. ദേവരന്മാരില്ലേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നില്ലേ
കൈവിളക്ക് നോക്കണേ. കോലധാരികളെ ആദരിക്കാം.